കാക്കേ കാക്കേ കൂടെവിടെ കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ. നമ്മൾ ചെറുപ്പം മുതലേ പാടി ഒരുപാട് കേട്ടിട്ടുള്ള ഈ പാട്ട് ഇനി മാറ്റി പാടേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു സംശയം. കാലാന്തരത്തിൽ ഈ പാട്ടിനും ഒരു മാറ്റം വരട്ടെ എന്ന് ചിലപ്പോൾ കാക്കയും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നതിന് പകരം കൂട്ടിനകത്തൊരു വളയുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു രസകരമായൊരു സംഭവമാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. ഒരു കുടുംബത്തിന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സ്വർണത്തിൻ്റെ വള കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുള്ള മരത്തിൻ്റെ മുകളിൽ കാക്ക കൂട്ടിയ ഒരു കൂട്ടിൽ നിന്ന് ലഭിക്കുന്ന വളരെ വിചിത്രവും കൗതുകകരമായ ഒരു കഥയല്ല സംഭവം കോഴിക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ആ സംഭവം ഇങ്ങനെയാണ്. കോഴിക്കോടുള്ള ഈ കുടുംബം ഒരു ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോയതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം 6 വയസ്സുള്ള മകൾ കളിക്കുവാൻ പോകുവാനുള്ള തിരക്കിൽ കയ്യിലണിഞ്ഞിരുന്ന 2 വളയും അതുപോലെ തന്നെ കഴുത്തിലണിഞ്ഞിരുന്ന മാലയും അഴിച്ച് പുറത്തുള്ള ഒരു പെട്ടിയുടെ മുകളിൽ ഒരു കടലാസിൽ പൊതിഞ്ഞ് വെക്കുകയും ഉമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു, ഉമ്മ ഇതിവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കളിക്കാൻ പോവുകയാണ്. ഉമ്മ പറഞ്ഞു ഓക്കെ കളിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഉമ്മ അത് പിന്നെ എടുത്തു വെക്കാമെന്ന് ഓർത്ത്, പക്ഷേ ഉമ്മ അത് എടുത്തു വെക്കുവാൻ മറന്നുപോയി. എന്നാൽ ഉമ്മ ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം പെട്ടെന്ന് ഇതിനെപ്പറ്റി ഓർത്തപ്പോൾ വേഗം പുറത്ത് പോയി നോക്കുമ്പോൾ ആ പെട്ടിയുടെ മുകളിൽ ആ കടലാസില്ല, അവിടെ പെട്ടിയുടെ മുകളിൽ ഒന്നും തന്നെ ഇല്ല. അന്നേരം ആ പരിസരമെല്ലാം ചികഞ്ഞ് പരിശോധിക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു മാലയും ഒരു വാളയും കിടക്കുന്നത് കണ്ടു. പക്ഷെ രണ്ടാമത്തെ വളയ്ക്ക് വേണ്ടി എത്ര തപ്പിയിട്ടും ആ പരിസര പ്രദേശങ്ങളെല്ലാം മരിച്ചു പെറുക്കിയിട്ടും അവർക്ക് ആ വള കണ്ടെത്തുവാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ തന്നെ ഒരു ബന്ധു തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. അദ്ദേഹം വീട്ടിൽ വരികയും ഈ കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരോട് ഉമ്മയോട് പറഞ്ഞു, കുറച്ച് ദിവസങ്ങളിലായി ഒരു കാക്ക വീടുണ്ടാക്കുവാനാണ് എന്ന് തോന്നുന്നു. ഇവിടുന്ന് ചില്ലക്കൊമ്പുകളും മരത്തിൻ്റെ കഷ്ണങ്ങളും എല്ലാം എടുത്ത് പറന്നു പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ പൊട്ടിപ്പോയ വളകളുടെ, അതായത് പ്ലാസ്റ്റിക് വളകളുടെ കഷ്ണങ്ങളെല്ലാം ഇത് കൊത്തിയെടുത്ത് പോകുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഈ ബന്ധു വീട്ടുകാരോട് പറയുന്നു. അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വന്നത്. എന്നാൽ ഒരുപക്ഷെ കാക്കയാണോ ഇത് എടുത്തത് എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിൽ വരികയും തുടർന്ന് കാക്ക എവിടെയാണ് കൂട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. കുറച്ച് നേരത്തെ അന്വേഷണ ഫലമായിട്ട് അവർക്കത് കണ്ടെത്തുവാൻ സാധിച്ചു. തങ്ങളുടെ വീടിന് തന്നെ തൊട്ടടുത്തുള്ള ഒരു തെങ്ങിൻ്റെ മുകളിലാണ് കാക്ക കൂട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു 100% പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ട് മാത്രം തെങ്ങിന് മുകളിൽ കയറുകയും കാക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൂടിൻ്റെ ഉള്ളിൽ പരിശോധിക്കുകയും ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായി, നമുക്ക് തന്നെ ചിലപ്പോൾ അവിശ്വസനീയമായി തോന്നിയേക്കാം, അത്ഭുതകരമായി ആ കൂടിൻ്റെ ഉള്ളിൽ ആ സ്വർണ്ണവള കിടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. നമുക്കും അതോടൊപ്പം തന്നെ ഒരുപാട് കൗതുകവും അത്ഭുതവും ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു. കോഴിക്കോട് കാപ്പാട് കണ്ണൻകടവ് പരീക്കണ്ടി പറമ്പിൽ നസീറിൻ്റെയും ഷരീഫയുടെയും 6 വയസ്സുകാരിയായ മകൾ ഫാത്തിമ ഹൈഫയുടെ സ്വർണ്ണവളയാണ് നമ്മുടെ കഥാപാത്രമായ കാക്ക അടിച്ചു മാറ്റിയത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. ഏതായാലും ഈ കൗതുകകരമായ വാർത്തയോടെ ഫാത്തിമയോടൊപ്പം ഈ കാക്കയും വൈറലായി എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല.